ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളുടെ കഴിഞ്ഞ വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പലരും നമ്മുടെ ചാനലിലെ കഴിഞ്ഞ വീഡിയോസിന്റെ കമന്റ് ബോക്സിലൂടെ ചോദിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ത്യൻ സ്കൂളുകളിൽ ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് എന്താണ് യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകൾ. യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ടീച്ചിങ് ജോബ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ട എലിജിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഏത് കരിക്കുലമാണ് യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകൾ ഫോളോ ചെയ്യുന്നത്, യുഎഇയിലെ ഏതൊക്കെ എമിറേറ്റുകളിലാണ് ഇന്ത്യൻ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത്, എങ്ങനെയാണ് യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ടീച്ചിങ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ടീച്ചിങ് പൊസിഷനിൽ ലഭിക്കുന്ന സാലറി എത്രയാണ്, എന്നിവ പോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇന്ത്യൻ കരിക്കുലംസ് ഫോളോ ചെയ്യുന്ന യുഎഇയിലെ സ്കൂളുകളെയാണ് ഇന്ത്യൻ സ്കൂളുകൾ എന്നറിയപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗം സ്കൂളുകളും ഫോളോ ചെയ്യുന്നത് CBSE കരിക്കുലമാണ്. ഇത് കൂടാതെ ICSE കരിക്കുലവും കേരള സ്റ്റേറ്റ് സിലബസ് കരിക്കുലവും ഫോളോ ചെയ്യുന്ന സ്കൂളുകളും യുഎഇയിലുണ്ട്. ഇന്ത്യൻ സ്കൂളുകളിലെ ടീച്ചിങ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ട മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് സർട്ടിഫിക്കേഷൻ, അതായത് BEd, DLEd പോലെയുള്ള ഒരു ടീച്ചിങ് സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും ടീച്ചിങ് ക്വാളിഫിക്കേഷനും റെഗുലർ മോഡിലൂടെ നേടിയവർക്ക് മാത്രമേ യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിസ്റ്റൻസ് മോഡ് അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയിട്ടുള്ള ഡിഗ്രീസ് യുഎഇയിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകളും ഈ ഡിഗ്രീസ് അക്സെപ്റ്റ് ചെയ്യാറില്ല. ഗ്രേഡ് 1 to 5 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ പ്രൈമറി ടീച്ചേഴ്സ് അഥവാ PRT ടീച്ചേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ടീച്ചേഴ്സിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ DLEd പോലെയുള്ള ഒരു ടീച്ചിങ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പ്രൈമറി ടീച്ചേഴ്സ് യുഎഇയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് ജനറൽ സബ്ജക്റ്റുകളാണ്. രണ്ടാമതായിട്ട് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ TGT ടീച്ചേഴ്സ്, ഗ്രേഡ് 6 to 8 വരെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് TGT ടീച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ ടീച്ചേഴ്സിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിൽ നിങ്ങൾക്കൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് BEdും ഉണ്ടായിരിക്കണം. TGT ടീച്ചേഴ്സ് മാത്തമാറ്റിക്സ്, സയൻസ്, ലാംഗ്വേജസ്, മറ്റു ജനറൽ സബ്ജക്റ്റുകളാണ് ഈ ലെവലിൽ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് PGT ടീച്ചേഴ്സ് അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഗ്രേഡ് 11, 12 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അഥവാ PGT ടീച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഈ ടീച്ചേഴ്സിന് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിലൊരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ ആ സബ്ജക്റ്റിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും കൂടാതെ ടീച്ചിങ് സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ള BEdും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. PGT ടീച്ചേഴ്സ് സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളാണ് പഠിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് BSc കെമിസ്ട്രി, MSc കെമിസ്ട്രി പ്ലസ് BEd കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് കെമിസ്ട്രി സബ്ജക്റ്റ് ആയിരിക്കും ഈ ലെവലിൽ പഠിപ്പിക്കുന്നത്. CBSE കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളിൽ CTET കംപ്ലീറ്റ് ചെയ്ത ടീച്ചേഴ്സിന് മുൻഗണനയുണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് അബുദാബി ഒഴികെയുള്ള മറ്റ് നോർത്തേൺ എമിറേറ്റ്സുകളിലുള്ള സ്കൂളുകളുടെ എണ്ണമാണ്. ഇതിൽ 3/4 സ്കൂളുകളും CBSE കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഏകദേശം 4-5 സ്കൂളുകൾ ICSE കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായതും എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി കിട്ടിയ ഒരു അറിവുമാണ്, ഇതിൽ 6 കേരള സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. നേരത്തെ എനിക്ക് കേരള സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകൾ യുഎഇയിൽ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇതിൽ 6 സ്കൂളുകൾ നമ്മുടെ നാട്ടിലെ കേരള സിലബസ് ഫോളോ ചെയ്യുന്ന സ്കൂളുകളാണ്. ഇനി ഇത് കൂടാതെ അബുദാബിയിൽ ഏകദേശം 18-20 ഇന്ത്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളുടെ യുഎഇയിൽ മൊത്തം ഇന്ത്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളുടെ ലിസ്റ്റ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്.
UAE ഇന്ത്യൻ സ്കൂളുകളിലേക്ക് ടീച്ചിങ് പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് UAE ഇന്ത്യൻ സ്കൂളുകളുടെ വെബ്സൈറ്റിൽ കയറി അവരുടെ കരിയർ പോർട്ടൽ വഴി ആപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതാണ്. മിക്കവാറും സ്കൂളുകളിലും അവരുടെ റിക്രൂട്ട്മെന്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ആയിരിക്കും നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ സ്കൂളുകളുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ UAE ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കൂളുകളിലെ ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും നൽകേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ചില സ്കൂളുകളിൽ അവർ ജസ്റ്റ് അവരുടെ ഇമെയിൽ ID മാത്രമേ കൊടുക്കുകയുള്ളൂ. സ്കൂളിന്റെ ഇമെയിൽ ID കൊടുക്കും. ആ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ CV അവർ സ്ക്രീൻ ചെയ്ത് അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇനി ചില സ്കൂൾ ഗ്രൂപ്പുകൾക്ക് കോമൺ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാകും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനായിട്ട്. ഉദാഹരണത്തിന് ജെംസ് പോലെയുള്ള സ്കൂൾ ഗ്രൂപ്പുകളിൽ അവരുടെ എല്ലാ സ്കൂളുകളിലേക്കും റിക്രൂട്ട്മെന്റ് ഒരു വെബ് പോർട്ടൽ വഴിയായിരിക്കും നടക്കുന്നത്. ഈ പോർട്ടലിൽ നിങ്ങൾക്ക് വേക്കൻസീസ്, ഇന്ത്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന സ്കൂളുകളിലെ വേക്കൻസീസ് കാണുമ്പോൾ ആ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല ആൾക്കാരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുമോ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV സ്ക്രീനിൻ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്, തീരെ കുറവാണെന്ന് തന്നെ പറയാം. ഇനി നിങ്ങൾ UAE ഉള്ളവരാണെങ്കിൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഓൺ വിസയുള്ളവരെ ആയിരിക്കും. അതായത് സ്പൗസ് വിസയിലോ അതല്ല എങ്കിൽ പേരൻസിന്റെ വിസയിലുള്ളവരൊക്കെ ആയിരിക്കും ഈ സ്കൂളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി അവർ ഇല്ല എങ്കിൽ മാത്രമേ അവർ ഒരാളെ വിസ സ്പോൺസർ ചെയ്ത് ഇന്ത്യൻ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാറുള്ളൂ. UAE ഇന്ത്യൻ സ്കൂളുകളിലെ ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് 2500 ദിർഹംസ് മുതൽ ഏകദേശം 12,000 ദിർഹംസ് വരെയാണ്. ഈ സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്ട്, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഒരേ സാലറി ലഭിക്കണമെന്നില്ല. പല സ്കൂളുകളിലും സെയിം പൊസിഷൻസിന് പല സാലറി ഓഫർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എൻട്രി ലെവൽ PRT TGT ടീച്ചേഴ്സിന് സാലറി 2500 ദിർഹംസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സാലറിയിൽ വർക്ക് ചെയ്താൽ നമുക്കറിയാം UAE അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് UAE എക്സ്പീരിയൻസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. UAE എക്സ്പീരിയൻസും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മറ്റുള്ള സ്കൂളുകളിൽ ഹയർ സാലറിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി സാലറി കൂടാതെ എംപ്ലോയ്മെന്റ് വിസ, ഡിപ്പെൻഡന്റ് വിസ, ഹെൽത്ത് ഇൻഷുറൻസ്, അക്കോമഡേഷൻ എന്നിവയും പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതെല്ലാം നിങ്ങളുടെ സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്കൂളുകൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും, ചില സ്കൂളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ഓൺ വിസയിലുള്ളവരെ ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ സ്കൂളുകളുടെയൊക്കെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകും. കാരണം നിങ്ങൾക്ക് ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കൂളുകളുടെ ലിസ്റ്റിൽ നിന്ന് ഓരോ സ്കൂളുകളുടെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ജോബ്സിനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതുകൂടാതെ ലിങ്ക്ഡ്ഇൻ വഴിയും ഇൻഡീഡ് വഴിയും നിങ്ങൾക്ക് ജോബ്സിനായി അപ്ലൈ ചെയ്യാം. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ജെനുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റിൽ കൂടെ മാത്രം അപ്ലൈ ചെയ്യുക. പലരും നിങ്ങളെ സ്കാം ചെയ്യാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്കൂളുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയോ മാത്രം UAE ഇന്ത്യൻ സ്കൂൾസിലെ ജോബ് പൊസിഷൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.